ബൈബിളിനെക്കുറിച്ച് ഒരുപക്ഷേ നിങ്ങൾ അറിയാത്ത രഹസ്യം. ബൈബിൾ എന്ന പദം ബൈബിളിൽ ഇല്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ബൈബിൾ എന്ന വാക്ക് ബൈബിളിൽ ഇല്ല എന്നത് വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ എങ്ങനെയാണ് ബൈബിൾ എന്ന പദം ബൈബിളിന് നൽകിയത് എന്ന് നോക്കാം. നാം ഇന്ന് പറയുന്ന ബൈബിൾ എന്ന വാക്ക് ഇംഗ്ലീഷ് പദമാണ്. ഏകദേശം 1382-ൽ MEB അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് ബൈബിൾ എന്ന ബൈബിളിന്റെ ആദ്യ സമ്പൂർണ്ണ പതിപ്പ് ഇംഗ്ലീഷിലേക്ക് സാധാരണ ജനത്തിനായി വിവർത്തനം ചെയ്തത് ജോൺ വിക്ലിഫും സുഹൃത്തുക്കളും ചേർന്നാണ്. വൈക്ലിഫൈറ്റ് ബൈബിളുകൾ അല്ലെങ്കിൽ വൈക്ലിഫിയൻ ബൈബിളുകൾ എന്നും അറിയപ്പെടുന്നു. ഈ പരിഭാഷയാണ് ബൈബിൾ എന്ന പദം ആദ്യമായി വിളിച്ചു എന്ന് രേഖപ്പെടുത്തിയതായി കാണുവാൻ കഴിയുന്നത്. കൂടാതെ ഇംഗ്ലീഷിൽ US-ൽ കിങ് ജെയിംസ് പതിപ്പ് എന്നറിയപ്പെടുന്ന അംഗീകൃത പതിപ്പിന്റെ പുറംചട്ടയിൽ 1611-ൽ ദി ഹോളി ബൈബിളിന്റെ ആദ്യകാല ഉപയോഗങ്ങളിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ബൈബിൾ എന്ന ഇംഗ്ലീഷ് പദം ടാ ബിബിലിയ എന്ന കോയനെ ഗ്രീക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്, അതായത് പുസ്തകങ്ങൾ എന്ന് അർത്ഥം. ടാ ബിബിലിയ എന്ന് എന്തുകൊണ്ടാണ് അവർ വിളിച്ചത് എന്ന് അറിയാൻ ഈജിപ്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകണം. നൈൽ നദിയുടെ ചുറ്റുമുള്ള ചതുപ്പുനിലങ്ങളിൽ വളരുന്ന ഒരു ഞാങ്ങണയായ പാപ്പിറസ് ചെടിയിൽ നിന്ന് നിർമ്മിച്ച ഒരു എഴുത്ത് വസ്തുവാണ് പാപ്പിറസ്. പുരാതന ഈജിപ്തിൽ BC 3000-ൽ തന്നെ പാപ്പിറസ് ഒരു എഴുത്ത് വസ്തുവായി ഉപയോഗിച്ചിരുന്നു. പേപ്പർ എന്ന വാക്ക് പാപ്പിറസിൽ നിന്നാണ് വന്നത്. AD 2-ൽ ഈ പാപ്പിറസ് കൊണ്ട് ഉണ്ടാക്കിയ പുസ്തകത്തെ ടാ ബിബിലിയ എന്നും പുസ്തകങ്ങളുടെ കൂട്ടത്തെ ടാ ബബിലിയാസ് എന്നും വിളിച്ചു. ബൈബിളിന്റെ യഥാർത്ഥ കൈയെഴുത്തുപ്രതികൾ സിനഗോഗുകളിൽ സൂക്ഷിച്ചിരുന്നു. കൈയെഴുത്തുപ്രതികളുടെ കസ്റ്റഡിയിലുള്ളവർ ശേഖരത്തെ വിവരിക്കാൻ ആദ്യം ഗ്രീക്ക് പദമായ ബൈബ്ലോസ് ഉപയോഗിച്ചു. അത് പുസ്തകം എന്നറിയപ്പെട്ടു. ഈ പുസ്തകങ്ങൾ തിരുവെഴുത്തുകളുടെ വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്ന രചനകളുടെ ഒരു ശേഖരമാണ്. ഈ പുസ്തകങ്ങളെ മൊത്തത്തിൽ ബൈബിൾ എന്ന് വിളിക്കുന്നു. കൂടാതെ വെളിപാടിന്റെ പുസ്തകം വരെ ഉൽപ്പത്തി പുസ്തകം ഉൾപ്പെടുന്നു. ബൈബിളിലെ ഈ പുസ്തകങ്ങളെ ദൈവവചനം അല്ലെങ്കിൽ തിരുവെഴുത്ത് എന്ന് വിളിക്കുകയും കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു.